Now we shall discuss the inspection of goods in movement that is given in section 68. The government may require the person in charge of a conveyance may be specified to carry with him such documents and such devices as may be prescribed. അപ്പം സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ ഗവൺമെൻറ് പറയുന്ന ഡോക്യുമെൻസും കൂടെ കൈവശം വെച്ചിരിക്കണം. CGST ആക്ട് പ്രകാരം സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ, കാരിയേഴ്സ് ചില ഡോക്യുമെൻറ്റുകൾ കൈവശം വെച്ചിരിക്കണമെന്നുണ്ട്. അത് ആ സെക്ഷൻ 68-ൽ സബ്സെക്ഷൻ 1-ൽ പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ സബ്സെക്ഷൻ 2 എന്താണെന്ന് സെക്ഷൻ 68. The details of documents required to be carried under subsection 1 shall be validated in such manner as may be prescribed. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നത് വാലിഡേറ്റ് ചെയ്തിരിക്കണം. ആ കൃത്യമായിട്ട് റൂളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡോക്യുമെൻറ്റുകൾ കൈവശം വെച്ചിരിക്കണം. ഇനി സബ്സെക്ഷൻ 3. Where any conveyance referred to in subsection 1 is intercepted by the proper officer at any place. അപ്പം പ്രോപ്പർ ഓഫീസർ ക്യാൻ ഇൻറ്റർസെപ്റ്റ്, ഇടയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും തടഞ്ഞു നിർത്തി ഇൻസ്പെക്ട് ചെയ്യാവുന്നുണ്ട്. അങ്ങനെ ഇൻറ്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹി മേ റിക്വയർ ദി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദി സട്ട് കൺവയൻസ്. അപ്പം സാധനങ്ങൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാരിയർ അല്ലെങ്കിൽ കൺവയൻസിൻ്റെ ഇൻചാർജ് എന്താണ്, ഹി മേ റിക്വയർ ദി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദി സട്ട് കൺവയൻസ് ടു പ്രൊഡ്യൂസ് ദി ഡോക്യുമെൻറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദി സട്ട് സബ്സെക്ഷൻ ആൻഡ് ഡിവൈസസ് ഫോർ വെരിഫിക്കേഷൻ. And the said person shall be liable to produce the documents and devices and also allow the inspection of goods. അപ്പോൾ പ്രോപ്പർ ഓഫീസറിന് എപ്പോൾ വേണമെങ്കിലും ഓൺ ദി വേയിൽ സാധനങ്ങൾ ഇൻറ്റർസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്താ ഓൺ ദി വേയിൽ അത് ഇൻറ്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. അങ്ങനെ ഇൻറ്റർസെപ്റ്റ് ചെയ്ത് സാധനങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യുകയും ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാനുള്ള പവറുണ്ട്. ദെൻ ഇ വേ ബിൽ, ഇവിടെയാണ് ഇ വേ ബില്ലിന് കൂടുതൽ പ്രസക്തി വരുന്നത്. ഇ വേ ബിൽ ഓൺ ദി വേ, കൺവെയൻസ് ഓൺ ദി വേ ആണ്. അപ്പം 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കാരിയേഴ്സിൻ്റെ കൈവശം ഇ വേ ബില്ലുണ്ടായിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഇ വേ ബിൽ. സോ അണ്ടർ GST the transporter should carry an e-way bill when moving goods from one place to another when certain conditions are satisfied. ട്രാൻസ്പോർട്ടേഴ്സ് ഓഫ് ഗുഡ്സ് ആണ് GST പ്രകാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇ വേ ബിൽ കൈവശം വെച്ചിരിക്കണം. ഇ വേ ബിൽ ഈസ് an electronic way bill for movement of goods which can be generated on the way bill portal. എന്താ ഒരു ഇ വേ ബിൽ എന്താണ്? അതൊരു ഇലക്ട്രോണിക് വേ ബിൽ ഫോർ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇലക്ട്രോണിക് എന്താ, ഇ വേ പോർട്ടലിൽ നിന്നും ഇ വേ ബിൽ പോർട്ടലിൽ നിന്നും ഇലക്ട്രോണിക്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓഫ് മോർ ദാൻ 50,000 ഇൻ വാല്യൂ. ഇപ്പോൾ ഇ വേ ബിൽ എവിടെ ആപ്ലിക്കബിൾ ആകുന്നത്? 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന വസ്തുക്കൾ, സാധനങ്ങൾ, ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ കൺവെയൻസ് ഓപ്പറേറ്ററിൻ്റെ കൈവശം ഇ വേ ബില്ലുണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ ഓഫീസറിന് ഇ വേ ബിൽ ഡിമാൻഡ് ചെയ്യാം. ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫോർ മോർ ദാൻ ₹50,000 വാല്യൂ ഇൻ എ വെഹിക്കിൾ കനോട്ട് ബി മെയ്ഡ് ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ വിതൗട്ട് ആൻ ഇ വേ ബിൽ. 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ ഇ വേ ബില്ലോടുകൂടി മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. എപ്പോൾ വേണമെങ്കിലും പ്രോപ്പർ ഓഫീസേഴ്സ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുകയും ചെയ്യാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇ വേ ബിൽ കൈവശം വെച്ചിരിക്കണം. ദെൻ ഇ വേ ബിൽ ക്യാൻ ഓൾസോ ബി ജനറേറ്റഡ് ഓർ ക്യാൻസൽ ത്രൂ SMS, ദെൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആൻഡ് സൈറ്റ് ടു സൈറ്റ് ഇൻ്റഗ്രേഷൻ. ഇപ്പം ഇ വേ ബിൽ ജനറലി നമ്മൾ ആ ഇ വേ ബിൽ പോർട്ടലിൽ നിന്നും ഇലക്ട്രോണിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ് ഇ വേ ബിൽ. ദെൻ വെൻ ആൻ ഇ വേ ബിൽ ഈസ് ജനറേറ്റഡ് എ യുണീക്ക് ഇ വേ ബിൽ നമ്പർ EBN. ഓരോ ഇ വേ ബില്ലിനും ഒരു യുണീക്ക് ഇ വേ ബിൽ നമ്പർ ഉണ്ടായിരിക്കും. ഈസ് അലോക്കേറ്റഡ് ആൻഡ് ഈസ് അവൈലബിൾ ടു ദി സപ്ലയർ, റെസിപ്പിയൻ ആൻഡ് ട്രാൻസ്പോർട്ടർ. അപ്പോൾ എന്താ, ഈ യുണീക്ക് ഇ വേ ബിൽ നമ്പർ അത് സപ്ലയറിനും റെസിപ്പിയൻറ്റിനും ട്രാൻസ്പോർട്ടറിനും കൊടുത്തിരിക്കും.
ഈ നമ്പർ 3 പേരും അറിഞ്ഞിരിക്കണം. സപ്ലയർ അറിഞ്ഞിരിക്കണം, ട്രാൻസ്പോർട്ടർ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ റെസിപ്പിയൻറ്റും അറിഞ്ഞിരിക്കണം. ദെൻ ജനറൽ പ്രൊവിഷൻസ് ആസ് റിഗാർഡ് ടു ഇ വേ ബിൽ ഇൻ GST ആക്ട് ആൻഡ് റൂൾസ്. ഇപ്പം ജനറൽ പൊതുവായ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടത്? ഇപ്പോൾ ഇതൊരു ദി ബിലോ മെൻഷൻ ആർ ദി വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ഇ വേ ബിൽ. അപ്പം ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എല്ലാം നമുക്ക് 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് GST ആക്റ്റും റൂൾസ് പ്രകാരം ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ പ്രൊവിഷൻസ് ആണ്. ജനറൽ പ്രൊവിഷൻസ്. The person in charge of the conveyance carrying any consignment of goods of the value exceeding the specified amount shall carry with him such documents and devices as prescribed by Rule 2 of the Draft Electronic Way Bill Rules. ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ വില വരുന്ന നിശ്ചിത വാല്യൂവിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഇ വേ ബിൽ കൈവശം വെച്ചിരിക്കണം. ആസ് പെർ ദ ഡ്രാഫ്റ്റ് ഓഫ് ഇലക്ട്രോണിക് വേ ബിൽ റൂൾസ്. ഇപ്പം ഇ വേ ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് പ്രകാരം എന്താ വന്നിരിക്കുന്നത്? പേഴ്സൺസ് കോസിങ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് വാല്യൂ എക്സീഡിങ് 50,000. 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന ഗുഡ്സ് കൺസൈൻ ചെയ്യുന്ന അവസരത്തിലാണ് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുകയും അത് കൈവശം വയ്ക്കുകയും ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? As per draft of the electronic way bill rules, person causing movement of goods of consignment value exceeding 50,000 value is required to furnish the information relating to such goods before the commencement of the movement in form GST INS 01 or GST INS 02 electronically on the common portal. അപ്പോൾ മൂവ്മെൻ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻഫോം ചെയ്തിരിക്കണം. ഇൻഫോം ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ഫോം പറഞ്ഞിരിക്കുന്നത് GST INS 01 or GST INS 02 electronically on the common portal. Then an option to generate the e-way bill is permissible even if the value of the consignment is lower than 50,000. ഇനി 50,000 രൂപയിൽ കുറവുള്ള വസ്തുക്കളാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 50,000 രൂപയിൽ കൂടുതൽ വരണമെന്നില്ല, അതിൽ കുറഞ്ഞ വാല്യൂവിനാണെങ്കിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാം. Then 2, ഇ വേ ബിൽ എന്താണ്? An unregistered person moving goods in his own or hired conveyance can at his portion generate an e-way bill in form GST INS 01. The recipient will be informed electronically on his mobile or email. ഇപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, GST റൂൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തി അല്ല എങ്കിൽ ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ മൂവിങ് ഗുഡ് ഇൻ ഹിസ് ഓൺ ഓർ ഹയർഡ് കൺവയൻസ്, അയാളുടെ അല്ലെങ്കിൽ അയാൾ ഹയർ ചെയ്തിരിക്കുന്ന വാഹനത്തിലുമാണ് സാധനങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ക്യാൻ അറ്റ് ഹിസ് ഓപ്ഷൻ ജനറേറ്റ് ഇ വേ ബിൽ ഇൻ ഫോം GST INS 1. ഇപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഒരു ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാം. ദെൻ റെസിപ്പിയൻ വിൽ ബി, ഇനി ഇങ്ങനെ വന്നു കഴിയുന്ന റെസിപ്പിയൻറ്റിനെ ഈ വിവരം ഇലക്ട്രോണിക്കലി അറിയിച്ചിരിക്കും, ഇലക്ട്രോണിക്കലി ഓൺ ഹിസ് മൊബൈൽ ഓർ ഇമെയിൽ. ദെൻ if the movement is caused by an unregistered supplier to a registered recipient, ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയർ ഇവിടെ റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് ആണ് എങ്കിൽ then the movement is deemed to have caused by the registered recipient. ഇപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഒരു രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റാണ് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ മൂവ്മെൻ്റ് എന്താണ്? റെസിപ്പിയൻ്റാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് GST നിയമപ്രകാരം കണക്കാക്കുന്നത്. If the movement is caused by an unregistered supplier to a registered recipient, then the movement is deemed to have caused by the registered recipient. ഇവിടെ എന്താ? രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണ് ഈ മൂവ്മെൻറ്റിൻ്റെ കാരണക്കാരനായിട്ട് കണക്കാക്കുന്നത്, അൺരജിസ്റ്റേർഡ് പേഴ്സണെ അല്ല. Then 3, a transporter shifting goods from one vehicle to another while the goods are in movement is required to generate a new e-way bill in form GST INS 01. ഒരു ട്രാൻസ്പോർട്ടർ ഒരു വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് ഓൺ ദി വേ വഴിയിൽ വെച്ചത് ഇതെന്താ ഒരു വാഹനം മറ്റൊരു വാഹനത്തിലേക്ക് ചരക്കുകൾ മാറ്റം ചെയ്യുകയാണ് എങ്കിൽ പുതിയതായിട്ടൊരു ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യണം. അതും ഏത് ഫോമിലായിരിക്കും? GST INS 01 ഫോർമാറ്റിൽ ഒരു ന്യൂ ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്യുക.
for shifting goods from one vehicle to another. Then 4, if a transporter transport multiple consignments, ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ കൈവശം എന്താ ഒരു വ്യക്തിയുടെ മാത്രമാകണമെന്നില്ല, പല ആളുകളുടെ കൺസൈൻമെൻറ്റ്സ് കാണും, മൾട്ടിപ്പിൾ കൺസൈൻമെൻറ്റ്സ് ഇൻ വൺ വെഹിക്കിൾ, then he is required to indicate the serial number of each e-way bill. ഇനി എന്താ, ഒന്നിലധികം ആളുകളുടെ പല വ്യക്തികളുടെ സാധനങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ e-way bill സീരിയലി നമ്പേർഡ് ആയിരിക്കണം, കൃത്യമായിട്ട് സീരിയൽ നമ്പേർഡ് e-way bill കാണണം. That is, if a transporter transport multiple consignments in one vehicle, then he is required to indicate the serial number of each e-way bill, inform GSTIN 02 prior to the movement of goods. ഇതിലെന്താ, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക്കലി നമ്മൾ അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇലക്ട്രോണിക്കലി അതെല്ലാം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ. ദെൻ if for any reason the consignor does not generate an e-way bill, ഇനി സാധനങ്ങൾ അയച്ചു കൊടുക്കുന്ന കൺസൈനർ എന്തെങ്കിലും കാരണവശാൽ ഒരു e-way bill ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ the transporter can generate an e-way bill based on tax invoice, bill of supply, delivery ചെല്ലാൻ. ഇപ്പോൾ ട്രാൻസ്പോർട്ടറിന് വേണമെങ്കിൽ ഒരു e-way bill ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ എന്തൊക്കെയാണ്, ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ, ഡെലിവറി ചെല്ലാൻ, ഓർ എനി അതർ ഡോക്യുമെൻറ്റ് ഇൻ ഫോം GSTIN 01. ഇപ്പോൾ കൺസൈനർ അല്ലെങ്കിൽ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നയാൾ e-way bill ജനറേറ്റ് ചെയ്യണമെന്നില്ല. എന്തെങ്കിലും കാരണവശാൽ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നയാൾ കൺസൈനർ ഒരു e-way bill ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ട്രാൻസ്പോർട്ടറിനും ഒരു e-way bill ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അതതിൻ്റെ എന്താ ഒരു ഇൻവോയ്സോ അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻറ്റുകളോ ഡെലിവറി ചെല്ലാനോ ബിൽ ഓഫ് സപ്ലൈയോ ഒക്കെ ആധാരമാക്കി e-way bill ജനറേറ്റ് ചെയ്യാവുന്നതാണ്. Then 6, the information in form GSTIN 01 will be made available to registered supplier on the portal who can utilize such information for filing his return in form GST return 1. GSTIN 01 ഉള്ള ഇൻഫർമേഷൻ രജിസ്റ്റേർഡ് സപ്ലയറെ അറിയിച്ചിരിക്കും, അയാളുടെ പോർട്ടലിൽ അറിയിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിൽ അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ റിട്ടേൺ തയ്യാറാക്കാവുന്നതാണ്. ദെൻ 7, എനി e-way bill ജനറേറ്റഡ് ഇൻകറക്റ്റ്ലി. ഇപ്പോൾ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് e-way bill ജനറേറ്റ് ചെയ്യുന്നത്. 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് e-way bill ജനറേഷൻ. ദെൻ എനി e-way bill ജനറേറ്റഡ് ഇൻകറക്റ്റ്ലി ഓർ ആഫ്റ്റർ ജനറേഷൻ ദി ഗുഡ്സ് ആർ നോട്ട് ട്രാൻസ്പോർട്ടഡ്. അപ്പോൾ ഇതൊരു തെറ്റായിട്ടാണ് e-way bill ജനറേറ്റ് ചെയ്തത്. ഇനി അതല്ല എങ്കിൽ എന്താ, e-way bill ജനറേറ്റ് ചെയ്ത് പക്ഷേ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ സച്ച് e-way bill മസ്റ്റ് ബി ഇലക്ട്രോണിക്കലി ക്യാൻസൽഡ്. അപ്പം അങ്ങനെ വരുന്ന e-way ബില്ലുകൾ എന്നാൽ ഇലക്ട്രോണിക്കലി ക്യാൻസൽ ചെയ്തിരിക്കണം. ഇലക്ട്രോണിക്കലി ക്യാൻസൽ വിതിൻ 24 hours ഓഫ് ഇറ്റ് ജനറേഷൻ. അപ്പം തെറ്റായിട്ടാണ് ഒരു e-way bill ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു e-way bill ജനറേറ്റ് ചെയ്തു സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ e-way bill ജനറേറ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ആ e-way bill ഇലക്ട്രോണിക്കലി ക്യാൻസൽ ചെയ്തിരിക്കണം. ദെൻ 8, നോ e-way bill ക്യാൻ ബി ക്യാൻസൽഡ് ഇഫ് ഇറ്റ് ഈസ് വെരിഫൈഡ് ഇൻ ട്രാൻസിറ്റ്. ഒരിക്കൽ ഒരു e-way bill ട്രാൻസിറ്റിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഇപ്പം എന്താ, നമ്മൾ ഒരിക്കൽ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും വെച്ച് ഇൻസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ നോ e-way bill ക്യാൻ ബി ക്യാൻസൽ ഇഫ് ഇറ്റ് ഈസ് വെരിഫൈഡ് ഇൻ ട്രാൻസിറ്റ്. ട്രാൻസിറ്റിൽ പ്രോപ്പർ ഓഫീസർ ഒരിക്കൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. ദെൻ 9, a registered recipient of goods must confirm his acceptance of the e-way bill generated within 72 hours, and if he does not do so, it is deemed to have been accepted. ഇനി ഒരു രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണെങ്കിൽ e-way ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് ജനറേറ്റ് ചെയ്ത് 72 മണിക്കൂറിനകം അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇനി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്, അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. A registered recipient of goods must confirm his acceptance of the e-way bill generated within 72 hours. ഒരു e-way bill ജനറേറ്റ് ചെയ്ത് 72 മണിക്കൂറിനകം രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണെങ്കിൽ
അയാളുടെ അക്സെപ്റ്റൻസ് കൺഫേം ചെയ്തിരിക്കണം. ഇനി അങ്ങനെ കൺഫേം ചെയ്യുന്നില്ല എങ്കിലും എന്താ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഇഫ് ഹി ഡസ് നോട്ട് ഡു സോ ഇറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ അക്സെപ്റ്റഡ്. അപ്പം അങ്ങനെ കൺഫേം ചെയ്യുന്നില്ല എങ്കിലും അത് അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. ദാറ്റ് ഈസ് ഗിവൺ ഇൻ 9 ആണ്, 9ാമത്തെ സെക്ഷനായിട്ട് തന്നിരിക്കുന്നത്, 9ാമത്തെ ക്ലോസ് ആയിട്ട് തന്നിരിക്കുന്നത്. ദെൻ 3ാമത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് 3rd ഹെഡിങ് ആണ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡെലിവറി. നമ്മൾ ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്താണ്, അതിൻ്റെ സബ്സെക്ഷൻ 1ൽ തന്നിരിക്കുന്നത് 50,000 രൂപയിൽ കൂടുതൽ വരുന്ന വസ്തുവകൾ കൺസൈൻ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടറിൻ്റെ കൈവശം ഒരു ഇ വേ ബിൽ ഉണ്ടായിരിക്കണം. ഇത് കൺസൈനറിനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറിനോ ജനറേറ്റ് ചെയ്യാവുന്നതാണ് സബ്സെക്ഷൻ 1ൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതെന്താ, ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രൊവിഷൻസാണ്, ലീഗൽ പ്രൊവിഷൻസാണ്. ഇതെല്ലാം ജനറൽ പ്രൊവിഷൻസാണ് പറഞ്ഞിരിക്കുന്നത്, ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ പ്രൊവിഷൻസ്. അതിൽ തന്നെ 9 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ 3ാമതെന്താ, ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡെലിവറി. ദി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് മാൻഡേറ്റഡ് ടു ക്യാരി വിത്ത് ഹിം. ഒരു പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഒരു കാരിയറിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന വ്യക്തി സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കൈവശം വെച്ചിരിക്കേണ്ടത്. ദി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് മാൻഡേറ്റഡ് ടു ക്യാരി, നിയമപരമായിട്ട് ബാധ്യതയുണ്ട്, മാൻഡേറ്ററി ആണ്, വിത്ത് ഹിം ആൻ ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ ഓർ ഡെലിവറി ചെല്ലാൻ, നിർബന്ധമായിട്ടും കൈവശമുണ്ടായിരിക്കണം. ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ, ഇനി അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ, ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൈവശമുണ്ടായിരിക്കണം. ദെൻ ബി, എ കോപ്പി ഓഫ് ഇ വേ ബിൽ ഓർ ഇ വേ ബിൽ നമ്പർ. ഒന്നെങ്കിൽ ഇ വേ ബില്ലോ അല്ലെങ്കിൽ ഇ വേ ബിൽ നമ്പറോ, ഇ വേ ബിൽ നമ്പർ ഉണ്ടെങ്കിലും അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ 2, the commissioner is empowered to notify a specified class of transports to embed a radio frequency identification device on the vehicle to enable mapping of the e-way bills. ദെൻ ചില പ്രത്യേക ക്ലാസ്സിൽപ്പെടുന്ന ട്രാൻസ്പോർട്ടിംഗ് കമ്പനികളാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഴ്സ് ആണ് എങ്കിൽ, കമ്മീഷണർ ഈസ് എംപവേർഡ് ടു നോട്ടിഫൈ. ഇപ്പം എന്താ, കമ്മീഷണർക്ക് അധികാരമുണ്ട് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ്പോർട്ടേഴ്സിനോട് അവരുടെ വെഹിക്കിളിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഫിറ്റ് ചെയ്യാൻ ഉള്ള ഒരു അറിയിപ്പ് കൊടുക്കാം, ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ദെൻ 3, a registered person can upload the tax invoice in form GST INV1 and obtain an invoice reference number which can be produced for verification in lieu of an invoice. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് അയാളുടെ ടാക്സ് ഇൻവോയ്സ് ഫോം GST ഇൻവോയ്സ് 1ൽ അപ്ലോഡ് ചെയ്യുകയും ഒരു ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ കിട്ടുന്ന ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ് ഫോർ വെരിഫിക്കേഷൻ ഇൻ ലിeu ഓഫ് ആൻ ഇൻവോയ്സ്. ഇപ്പോൾ എന്താണ്, ഈ ഒരു റെഫറൻസ് നമ്പർ ഇൻവോയ്സിന് പകരമായിട്ട് വെരിഫിക്കേഷന് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ 4, an officer is empowered to physically inspect the documents, vehicle or goods while in transit. ട്രാൻസിറ്റിലായിരിക്കുമ്പോൾ, മൂവ്മെൻറ്റിലായിരിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഓഫീസർ ഹി ഹാസ് ദി പവർ ടു ഫിസിക്കലി ഇൻസ്പെക്ട് ദി ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ഈ വാഹനം തടഞ്ഞു നിർത്തി ഡോക്യുമെൻറ്റ്സും സാധനങ്ങളും ഒക്കെ ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ഒരു പ്രോപ്പർ ഓഫീസറിനുണ്ട് GST നിയമപ്രകാരം. ദെൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ അപ്ലോഡ് ദി ടാക്സ് ഇൻവോയ്സ് ഇൻ ഫോം GST, അഞ്ചാമത്തേതാണ്, നമ്മൾ 5ാമത്തെ പോയിൻ്റാണ്. ഓൺ ഇൻ്റർസെപ്ഷൻ ഓഫ് ദി കൺവയൻസ് ബൈ ദി പ്രോപ്പർ ഓഫീസർ സഡ് പേഴ്സൺ ഷാൽ പ്രൊഡ്യൂസ് സച്ച് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് ഫോർ വെരിഫിക്കേഷൻ. ഇപ്പോൾ ഒരു പ്രോപ്പർ ഓഫീസർ എവിടെയെങ്കിലും വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെടുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബാധ്യത ആ ട്രാൻസ്പോർട്ടർക്ക് വരുന്നുണ്ട്. ആസ് പെർ റൂൾ 5 ഡ്രാഫ്റ്റ് ഓഫ് ഇലക്ട്രോണിക് വേ ബിൽ റൂൾസ്. ഇപ്പോൾ ഈ വേ ബിൽ പ്രകാരം എന്താ, വേർ എ വെഹിക്കിൾ ഹാസ് ബീൻ ഇൻ്റർസെപ്റ്റഡ് ആൻഡ് ഡീറ്റെയിൻ ഫോർ എ പീരീഡ് എക്സീഡിംഗ് 30 minutes, ദി ട്രാൻസ്പോർട്ടർ മേ അപ്ലോഡ് ദി സഡ് ഇൻഫർമേഷൻ ഇൻ ഫോം GST INS 04 ഓൺ ദി കോമൺ പോർട്ടൽ. ഒരു 30 മിനിറ്റിൽ കൂടുതൽ വാഹനം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി ആ വിവരവും GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇത് 5ാമത്തെ റൂളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രധാനമായിട്ടും എന്താണ്, ജനറൽ റൂളാണ്, ജനറൽ പ്രൊവിഷൻസ് ആസ് റിഗാർഡ്സ് ഇ വേ ബിൽ ഇൻ GST ആക്ട് ആൻഡ് റൂൾസ്.
ഇത് വേണമെങ്കിൽ ഇത് തന്നെ ഒരു 15 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ പ്രൊവിഷൻസ് എല്ലാം കൂടെ കൂടി ജനറൽ പ്രൊവിഷൻസ് ആസ് റിഗാർഡ്സ് ഇ വേ ബിൽ ഇൻ GST ആക്ട് ആൻഡ് റൂൾസ്, ഇത് വേണമെങ്കിൽ 15 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഓരോ റൂളും കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കണം, ഓരോ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അണ്ടർ ഇ വേ ബിൽ. അത് CGST റൂളിലാണ് തന്നിരിക്കുന്നത്. മൂവ്മെൻറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് പ്രധാനമായിട്ടും പറയുന്നത്. അത് CGST റൂൾ 138A ആണ്. അപ്പം CGST റൂൾ 138A പ്രകാരം വാട്ട് ആർ ദി ഡോക്യുമെൻറ്റ്സ് ഓർ ഡിവൈസസ് ടു ബി കാരിഡ് ബൈ എ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ കൺവയൻസ്. ഇപ്പോൾ ഒരു കൺവയൻസിൻ്റെ ചാർജുള്ള ഒരു വ്യക്തി സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും ഡിവൈസസും ഒക്കെയാണ് കൈവശം വെച്ചിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ഗിവൺ CGST റൂൾ 138A. CGST റൂൾ 138Aയിൽ സബ് റൂൾ 1 പ്രകാരം ആസ് പെർ ദി CGST റൂൾ 138A, ദി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ കൺവയൻസ് ഷാൽ കാരി എ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ ട്രാൻസിറ്റ് സച്ച് ആസ്, ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ്, ഒന്നിലും ഡോക്യുമെൻറ്റുകൾ കൈവശം വെച്ചിരിക്കണം. ദി ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഓർ ബിൽ ഓഫ് എൻട്രി. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ്റെ എന്താ അവരുടെ കൈവശം ഇതെല്ലാം ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ കൈവശം കൺവയൻസ് നടത്തുന്ന ഇൻചാർജ് ഓഫ് കൺവയൻസ്, അപ്പോൾ അവരുടെ കൈവശം എന്തൊക്കെ വേണ്ടിയിരിക്കുന്നത്. ദി ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഓർ ബിൽ ഓഫ് എൻട്രി, ഈ 3 ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ദെൻ ദി ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ, ബിൽ ഓഫ് എൻട്രി. ബി എ ഡെലിവറി ചെല്ലാൻ വേ ദി ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ റീസൺസ് അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ. ഈ സപ്ലൈക്ക് വേണ്ടിയല്ല, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെലിവറി ചെല്ലാൻ കൈവശം വെച്ചിരിക്കണം. ദെൻ സി എ കോപ്പി ഓഫ് ദി ഇ വേ ബിൽ ഓർ ദി ഇ വേ ബിൽ നമ്പർ. കോപ്പി ഓഫ് ദി ഇ വേ ബിൽ അല്ലെങ്കിൽ ഇ വേ ബിൽ നമ്പർ. ഇ വേ ബില്ലിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഇ വേ ബിൽ നമ്പറോ ഉണ്ടായിരിക്കണം. either physically or the e-way bill number in electronic form mapped to a radio frequency identification device. അപ്പോൾ അത് ഫിസിക്കലി അല്ലെങ്കിൽ ഒരു റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസിൽ അത് മാപ്പ് ചെയ്തോ ഉണ്ടായിരിക്കണം. ഡി ദി കമ്മീഷൻ മേ ഇഷ്യൂ of notification require certain class of transporters to obtain a unique radio frequency identification device. അത് കമ്മീഷണറാണ് പലപ്പോഴും എന്താ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ ട്രാൻസ്പോർട്ടേഴ്സ് അവരുടെ വാഹനത്തിൽ എല്ലായ്പ്പോഴും ഒരു യുണീക്ക് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുകയും ആൻഡ് ഗെറ്റ് ദി സഡ് ഡിവൈസ് എംബഡഡ് ഓൺ ടു ദി കൺവയൻസ് ആൻഡ് മാപ്പ് ദി ഇ വേ ബിൽ ടു ദി സഡ് ഡിവൈസ്. അപ്പോൾ ആ വാഹനത്തിൽ അല്ലെങ്കിൽ ആ വെഹിക്കിളിൽ അത് എംബഡ് ചെയ്യുകയും ഇ വേ ബിൽ അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മാപ്പ് ചെയ്യുകയും ചെയ്തിരിക്കണം. ദെൻ ഇ dispensation of carrying e-way bill. Under special circumstances, the Commission may issue of notification require the person in charge of conveyance to carry the documents. The tax invoice or bill of supply or bill of entry. A delivery chellan where the goods are transported for reasons other than by of supply instead of the e-way bill. The E ആണ് dispensation of carrying e-way bill. Under special circumstances, the Commissioner may, by issue of notification, require the person in charge of the conveyance to carry the documents. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താണ് ഇ വേ ബില്ലിന് പകരം വീണ്ടും മറ്റില്ല ഇ വേ ബില്ലിനോടൊപ്പം തന്നെ മറ്റ് ചില ഡോക്യുമെൻറ്റുകളും കൈവശം വയ്ക്കാൻ കമ്മീഷണർക്ക് ആവശ്യപ്പെടാം. അപ്പം അങ്ങനെ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയായിരിക്കും? ടാക്സ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഓർ ബിൽ ഓഫ് എൻട്രി ഓർ ഡെലിവറി ചെല്ലാൻ. Then 2, a registered person may obtain an invoice reference number from the e-way bill portal by uploading the tax invoice issued by him in form GST invoice 01, which should be valid for a period of 30 days. അപ്പം ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഒബ്റ്റെയിൻ ആൻ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ, അതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇൻവോയ്സ് റെഫറൻസ് നമ്പർ പോർട്ടലിൽ നിന്നും ഇ-വേ പോർട്ടലിൽ നിന്നും കരസ്ഥമാക്കുക. ഇത് പ്രധാനമായിട്ടും എന്താണ് 138A ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിവൈസസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൺവയൻസ് ഓണേഴ്സ് കൈവശം വെച്ചിരിക്കേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും ഡിവൈസസുമാണ്. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ എന്താണ് അവിടെ ഒരു റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസും കൂടി ആ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്യുകയും ചെയ്തതിന് വേണ്ടിയാണ്. ദെൻ
138B, CGST rule 138B, verification of documents and conveyances. As per rule 138B of the CGST rule specified, the following action shall be taken by the authorized officer in transit checking of conveyance. അപ്പോൾ 138B പ്രകാരം എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് കൺവെയൻസസ് ആണ്. Then 138, rule 138A, documents and devices to be carried by a person in charge of conveyance. എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ ഡിവൈസസുമാണ് കൈവശം വെച്ചിരിക്കേണ്ടത് ഒരു ഇൻചാർജ് ഓഫ് കൺവെയൻസ്? അത് പറഞ്ഞിരിക്കുന്നത് CGST റൂൾ 138A ആണ്. CGST റൂൾ 138B വന്നു കഴിയുമ്പോൾ അതിന് വേരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ അതിൽ ഒന്നാമത് ഇൻ്റർസെപ്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് കൺവെയൻസ് ഇൻ ട്രാൻസിറ്റ്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക. ദി കമ്മീഷണർ ഓർ എനി ഓഫീസർ എംപവേർഡ് ബൈ ഹിം in his behalf can authorize the proper office to intercept any conveyance. ഇപ്പം കമ്മീഷണറോ അല്ലെങ്കിൽ തത്തുല്യമായ അധികാരമുള്ള മറ്റേതെങ്കിലും ഓഫീസറോ ഒരു പ്രോപ്പർ ഓഫീസറിനെ അധികാരപ്പെടുത്താം ഒരു കൺവെയൻസ് ട്രാൻസിറ്റിൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി. അപ്പം പ്രോപ്പർ ഓഫീസർ ക്യാൻ ഇൻ്റർസെപ്റ്റ് എനി കൺവെയൻസ് ടു വെരിഫൈ the e-way bill or the e-way bill number in physical form and for all interstate and intrastate movement of goods. ഇപ്പോൾ ഒരു പ്രോപ്പർ ഓഫീസറിന് ഇൻട്രാസ്റ്റേറ്റോ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും e-way ബില്ലും അനുബന്ധമായിരിക്കുന്ന മറ്റ് ഡോക്യുമെൻറ്റുകളും ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇത് 138B പ്രകാരം പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ 2. Radio frequency identification device readers. The radio frequency identification device readers shall be installed at places where verification of the movement of goods is required to be carried out, and verification of movement of vehicles shall be done through such device readers where the e-way bill has been mapped with such device. ഇതെന്താ? ചില പ്രത്യേക പോയിന്റുകളിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് റീഡേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതുപയോഗിച്ച് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അത് ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്, എക്സാമിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഓൺ ദി വേ മൂവ്മെൻറ്റിൽ തന്നെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് റീഡേഴ്സ് വെച്ചത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ പീനൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു e-way ബിൽസ്. പീനൽ പ്രൊവിഷൻസ്, e-way ബിൽ കൈവശം വയ്ക്കുന്നില്ല എങ്കിൽ e-way ബില്ലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷൻസോ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അതിനെന്തൊക്കെ പെനാലിറ്റിയാണ് കിട്ടാവുന്നത്? പീനൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു e-way ബിൽസ്. ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് GST പെയ്ഡ് ഗുഡ്സ് ഇഫ് ദി സപ്ലയർ ഓർ ട്രാൻസ്പോർട്ടർ ആർ നോട്ട് ജനറേറ്റ് ദി e-way ബിൽസ്. ഇപ്പം GST പെയ്ഡ് സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് e-way ബിൽ കൈവശം വയ്ക്കുക എന്നുള്ളതൊരു മാൻഡേറ്ററി ഓബ്ലിഗേഷനാണ്. സോ ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് GST പെയ്ഡ് ഗുഡ്സ് ഇഫ് ദി സപ്ലയർ ഓർ ട്രാൻസ്പോർട്ടർ ആർ നോട്ട് ജനറേറ്റ് ദി e-way ബിൽസ് ദി സെയിം വിൽ ബി കൺസിഡേർഡ് ആസ് കോൺട്രാവെൻഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഓഫ് GST ലോ. അപ്പോൾ സെയിം വിൽ ബി, അങ്ങനെ ഒരു e-way ബിൽ ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് GST നിയമത്തിന് വിരുദ്ധമായൊരു പ്രവൃത്തിയായിട്ട് കണക്കാക്കും. കൃത്യമായിട്ട് പറയുന്നുണ്ട്, 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു e-way ബിൽ ജനറേറ്റ് ചെയ്യുകയും ആ e-way ബിൽ ട്രാൻസ്പോർട്ടിംഗ് മാനേജറുടെ കൈവശം ഉണ്ടായിരിക്കുകയും ചെയ്യണം. അപ്പം ഈ നിയമപരമായ ബാധ്യത പാലിക്കുന്നില്ല എങ്കിൽ അത് GST നിയമത്തിന് വിരുദ്ധമായൊരു പ്രവൃത്തിയായിട്ട് കണക്കാക്കും. എ ടാക്സിബിൾ പേഴ്സൺ ഹു ട്രാൻസ്പോർട്ട് എനി ടാക്സിബിൾ ഗുഡ്സ് without the cover of specified documents, that is e-way bill, shall be liable to pay a penalty of rupees 10,000 or an amount equivalent to the tax evaded. അപ്പം 10,000 രൂപ അല്ലെങ്കിൽ ഇവേഡ് ചെയ്തിരിക്കുന്ന ടാക്സിൻ്റെ എമൗണ്ടോ അത് ഇക്വിവലൻ്റ് ആയിട്ട് വരുന്ന തുക, ഇതിലേത് വേണമെങ്കിലും പെനാൽറ്റി ആയിട്ട് ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പം e-way ബിൽ കൈവശം ഇല്ല എങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ അത് 10,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഈ ഇവേഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് രക്ഷപ്പെട്ടിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഏതാണോ ഈ ഏത് എമൗണ്ട് വേണമെങ്കിലും പെനാൽറ്റി ആയിട്ട് അടയ്ക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്.
പ്രോപ്പർ ഓഫീസറിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവുകയും വേണമെങ്കിൽ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യാം. ദെൻ ഇ വേ ബിൽ ഈസ് റിക്വയർഡ് ഇൻ ദി ഫോളോയിങ് കേസസ്. ഏതൊക്കെ കേസസിലാണ് ഇ വേ ബിൽ ആവശ്യമായിട്ട് വരുന്നത്? ഇൻ കണക്ഷൻ വിത്ത് എ സപ്ലൈ. സപ്ലൈ എന്താണ്? ഒരു സാധനങ്ങൾ വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട്. ഫോർ റീസൺസ് അതർ ദാൻ സപ്ലൈ. ഇപ്പം അതർ ദാൻ സപ്ലൈ എന്താ? സപ്ലൈ അല്ല, വിറ്റ സാധനങ്ങൾ തിരിച്ചു കിട്ടുകയാണെങ്കിൽ, റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സപ്ലൈ ആയിട്ടുള്ള കണക്കാക്കുന്നത്. അപ്പം ദെൻ ഫോർ റീസൺസ് അതർ ദാൻ എ സപ്ലൈ, ഡ്യൂ ടു ഇൻവേഴ്സ് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ എന്താ? ഡ്യൂ ടു ഇൻവേഴ്സ് സപ്ലൈ ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ദെൻ ഫോർ ദിസ് പർപ്പസ് സപ്ലൈ മേ ബി ഐദർ ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഇ വേ ബിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇ വേ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലൈ എന്തൊക്കെയാണ്, നമ്മൾ സപ്ലൈയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എ സപ്ലൈ മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഇൻ ദി കോഴ്സ് ഓഫ് ബിസിനസ്. എഗെയിൻ എ സപ്ലൈ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ വിച്ച് മെ നോട്ട് ബി ഇൻ ദി കോഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലൈ കൺസിഡറേഷന് വേണ്ടി. ഇനി ബിസിനസ്സിൻ്റെ ഭാഗമല്ല, കൺസിഡറേഷന് വേണ്ടിയാണ് സപ്ലൈ നടത്തുന്നതെങ്കിൽ അതും സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. സപ്ലൈ മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ വിച്ച് വിൽ നോട്ട് ബി ഇൻ ദി കോഴ്സ് ഓഫ് ബിസിനസ്. ദെൻ എ സപ്ലൈ വിതൗട്ട് കൺസിഡറേഷൻ, വിതൗട്ട് പേയ്മെൻറ്റ്. Therefore, e-way bill must be generated on the common portal for all these types of movements. ഇപ്പം എന്താണ്? സപ്ലൈയുടെ ഭാഗമായിട്ട് കൺസിഡറേഷനോട് കൂടിയുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ. ഇനി കൺസിഡറേഷനോട് സപ്ലൈയുടെ ഭാഗമല്ല. മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? സപ്ലൈ വിതൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാതെ വരുന്ന സപ്ലൈ ആണെങ്കിലും വിതൗട്ട് പേയ്മെൻ്റ് ആണ്. ഈ മൂന്ന് കേസിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം. പ്രൊവൈഡ് ദി വാല്യൂ ഈസ് മോർ ദാൻ 50,000. 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ഓബ്ലിഗേഷനാണ്. ദെൻ ഫോർ സർട്ടൻ സ്പെസിഫൈഡ് ഗുഡ്സ് ദി ഇ വേ ബിൽ നീഡ്സ് ടു ബി ജനറേറ്റഡ് മാൻഡേറ്ററി ഈവൻ ഇഫ് ദി വാല്യൂ ഓഫ് ദി കൺസൈൻമെൻറ്റ് ഓഫ് ഗുഡ്സ് ഇസ് ലെസ് ദാൻ 50,000. ഇനി ചില പ്രത്യേക സാധനങ്ങൾ, സർട്ടൻ സ്പെസിഫൈഡ് ഗുഡ്സ്, ചില സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ഗുഡ്സ് ആണ് എങ്കിൽ ആ സാധനങ്ങളുടെ വില 50,000 രൂപയിൽ താഴെയാണ് വരുന്നതെങ്കിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ദി ജോബ് വർക്കർ. അപ്പം ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ടു ദി ജോബ് വർക്കർ, പ്രിൻസിപ്പൽ ജോബ് വർക്കറിന് അയച്ചു കൊടുക്കുന്നു. ഒരു വാല്യൂവിന് വേണ്ടിയുള്ള സപ്ലൈ അല്ല, പ്രിൻസിപ്പൽ. ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബൈ ദി പ്രിൻസിപ്പൽ ടു ദി ജോബ് വർക്കർ, ഇവിടെ വാല്യൂ 50,000 രൂപ വരുന്നില്ലെങ്കിലും ഇ വേ ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ്ലി, ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ഗുഡ്സ് ബൈ എ ഡീലർ എക്സെംപ്റ്റഡ് ഫ്രം GST രജിസ്ട്രേഷൻ. In case of interstate transport of handicraft goods by a dealer exempted from GST registration, ഈ കേസിലും എന്താ? ഇ വേ ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം. ഈവൻ ഇഫ് ദി വാല്യൂ ഈസ് ലെസ് ദാൻ 50,000. 50,000 രൂപയിൽ താഴെയാണ് സാധനങ്ങളുടെ വാല്യൂ വരുന്നതെങ്കിലും, ഗുഡ്സിൻ്റെ വാല്യൂ വരുന്നതെങ്കിലും ഈ രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ ഇ വേ ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം. The next is invoice reference number, IRN in the ഇ വേ bill. ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫൈ ചെയ്യേണ്ട ഒരു നമ്പറാണ്. An IRN is a number which GST registered taxpayer may generate from e-way bill portal by uploading an invoice in form GST INV 01. എന്താണ് ഒരു ഇൻവോയ്സ് റെഫറൻസ് നമ്പർ? An invoice reference number is a number which a GST registered taxpayer may generate from the e-way bill portal. ഇ-വേ ബിൽ പോർട്ടലിൽ നിന്നും ഒരു GST രജിസ്റ്റേർഡ് ടാക്സ് പെയർ ജനറേറ്റ് ചെയ്യുന്നൊരു നമ്പറാണ്. ബൈ അപ്ലോഡിങ് ആൻ ഇൻവോയ്സ് ഇൻ ഫോം GST ഇൻവോയ്സ് 01. ദിസ് വിൽ ബി വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 30 days ആൻഡ് ക്യാൻ ബി യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ദി ഫിസിക്കൽ ടാക്സ് ഇൻവോയ്സ്. ഇപ്പോൾ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ എന്താണത്? ഫിസിക്കൽ ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് ജനറേറ്റ് ചെയ്ത് 30 ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇൻവോയ്സ് റെഫറൻസ് നമ്പർ IRN ഇൻ ഇ-വേ ബിൽ. Then
Hence, IRN is a boon for transporters. ഇതൊരു അനുഗ്രഹമാണ് for transporters who transport multiple consignments. Where otherwise the documentation would have been burdensome. ഇപ്പം എന്താണ് മൾട്ടിപ്പിൾ കൺസൈൻമെൻറ്റ്സ്, പല ആളുകളിൽ നിന്ന് മൾട്ടിപ്പിളായിട്ട് ഒന്നിലധികം കൺസൈൻമെൻറ്റ്സ് ഉണ്ട്, പല പല കൺസൈൻമെൻറ്റുകളുണ്ട് എങ്കിൽ അപ്പോൾ അവർക്കൊരു IR എന്നുള്ളതൊരു അനുഗ്രഹമാണ്. ഇനി ഒരു IR നമ്പർ ഇല്ലായിരുന്നെങ്കിൽ, ജനറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ദി ഡോക്യുമെൻറ്റേഷൻ വുഡ് ഹാവ് ബീൻ ബർഡൻസം, ഇതിൻ്റെ ആ ഡോക്യുമെൻറ്റേഷൻ എന്താണ് ഒരു ബുദ്ധിമുട്ടാകുമായിരുന്നു. IRN tries to ease the process of documentation to a great level. IRN also serves a dual purpose where on generating it, a taxpayer can get part of his e-way bill auto-populated. ഒരു ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നതോടുകൂടി അയാളുടെ e-way ബില്ലിൻ്റെ പാർട്ട് ഓട്ടോ പോപ്പുലേറ്റഡ് ആയി വരുന്നു. അതും ഒരു പ്രത്യേക ഒരു സൗകര്യമാണ്. ഇൻവോയ്സ് റെഫറൻസ് നമ്പറുമായിട്ട് ഇൻ ദി e-way bill. Then tax wrongfully collected and paid to the central and state government. ഇനി e-way ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടാണ് ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 77. A registered person who has paid the central tax and state tax, or as the case may be, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സെൻട്രൽ ടാക്സോ സ്റ്റേറ്റ് ടാക്സോ പേ ചെയ്തിട്ടുണ്ട്. The central tax and union territory tax on transportation considered by him to be an intrastate supply. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്താണ്? സ്റ്റേറ്റിൻ്റെ ഉള്ളിലൊരു സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇതിൻ്റെ മേൽ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ബട്ട് വിച്ച് ഈസ് സബ്സിക്വൻ്റ്ലി ഹെൽഡ് ടു ബി ആൻ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ, ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ് എന്ന് കണക്കാക്കി അതിൻ്റെ മേൽ സ്റ്റേറ്റ് ടാക്സും സെൻട്രൽ ടാക്സും കളക്ട് ചെയ്തിട്ടുണ്ട്, പിന്നീട് അതൊരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിൽ, then subsequently held to be an interstate supply shall be refunded the amount of tax so paid in such manner and subject to such conditions as may be prescribed. അപ്പോൾ എന്താണ്? ഒരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയുടെ മേൽ അതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് കണക്കാക്കി സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന ആ ടാക്സ് റീഫണ്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട് ടാക്സ് പെയറിന്. ഇത് സെക്ഷൻ 77 പ്രകാരമാണ്. സെക്ഷൻ 77 സബ്സെക്ഷൻ 1 പ്രകാരം. Then section 77 subsection 2, a registered person who has paid integrated tax, എന്താണ്? നമ്മൾ IGST ആണ്. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ വന്നു കഴിയുമ്പം ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആണ്. ഓൺ എ ട്രാൻസാക്ഷൻ കൺസിഡർഡ് ബൈ ഹിം ടു ബി ആൻ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ, ഒരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ കണക്കാക്കി, അപ്പം അതിൻ്റെ മേലെന്താണ്? ടാക്സും പേ ചെയ്തു. ബട്ട് വിച്ച് ഈസ് സബ്സിക്വൻ്റ്ലി ഹെൽഡ് ടു ബി ആൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, പിന്നീട് അതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെന്നുള്ളൊരു ബോധ്യത്തിൽ, കണക്കുകൂട്ടലിൽ ടാക്സ് പേ ചെയ്തു. സബ്സിക്വൻ്റ്ലി പിന്നീട് മനസ്സിലായി അതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ് എന്ന്. ദെൻ ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു പേ എനി ഇൻട്രസ്റ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സെൻട്രൽ ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ടാക്സ്. ഇപ്പോൾ നമ്മളെന്താ, ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അതിൻ്റെ മേൽ CGSTയും SGSTയും പേ ചെയ്യണം. ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഒരു ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ അതിന് IGST മാത്രമേ പേ ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പം അങ്ങനെ പിന്നീടെന്താണ്, അതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ അല്ല, ബട്ട് വിച്ച് ഈസ് സബ്സിക്വൻ്റ്ലി ഹെൽഡ് ടു ബി എൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ് എങ്കിൽ, ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു പേ എൻ ഇൻട്രസ്റ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് സെൻട്രൽ ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ടാക്സ് ആസ് ദി കേസ് മേ ബി, ദി സെൻട്രൽ ടാക്സ് ആൻഡ് യൂണിയൻ ടാക്സ് പേയബിൾ. എന്താ, അതിൻ്റെ മേൽ പേയബിൾ ആയിട്ട് വരുന്ന സെൻട്രൽ ടാക്സിൻ്റെ മേലും സ്റ്റേറ്റ് ടാക്സിൻ്റെ മേലും ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. അത് സെക്ഷൻ 77 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സ്റ്റുഡൻസിൻ്റെ GST MG യൂണിവേഴ്സൽ സിലബസ് പ്രകാരം തിയറി പോർഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ GSTയുടെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ബാക്കി ഇതിൻ്റെ അകത്ത് വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെയാണ്. അത് ക്ലാസ് ആരംഭിക്കുമ്പോൾ കോളേജുകളിൽ വെച്ച് ആളുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. എനിവേ,
നമ്മളിവിടെ ഈ ഒരു GSTയുടെ ഈ സിലബസ് പ്രകാരമുള്ള പോർഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ കോപ്പറേഷൻ. താങ്ക് യു. സീ യു അഗെയിൻ.